വെടിനിർത്തലിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കി ഗാസയിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണങ്ങളിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ടു. ഖാൻ യൂണീസിൽ ഇന്നലെ നടത്തിയ 2 ആക്രമണങ്ങളിൽ ഒരു കുഞ്ഞുൾപ്പെടെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. 2 ദിവസത്തിനിടെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇപ്പോൾ 35 ആയിരിക്കുകയാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ നടന്ന അതിക്രമങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒക്ടോബർ 10-ന് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളാണ് ഇസ്രയേൽ സേന നടത്തിവരുന്നത്. ഗാസ വെടിനിർത്തലിന്റെ ഭാവി പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ യെല്ലോ ലൈൻ മറികടന്നുള്ള ഇസ്രയേൽ ആക്രമണം ഉടൻ അമർച്ച ചെയ്യണമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഖാൻ യൂണിസിൽ ഇസ്രയേൽ സൈനികർക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായി എന്ന ആരോപണവും ഹമാസ് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ ജൂത കുടിയേറ്റക്കാരും ഇസ്രയേൽ സുരക്ഷാ സേനയും പലസ്തീനികൾക്ക് നേരെ ഇന്നലെയും അതിക്രമം തുടർന്നു. നബുലസ് പട്ടണത്തിലെ ഹുവാറ, റാമല്ല എന്നിവിടങ്ങളിൽ നിരവധി പലസ്തീനികൾക്കാണ് പരിക്കേറ്റത്. ഗാസയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമം നാളെ ആരംഭിക്കുമെന്ന് സിവിൽ ഡിഫൻസ് വിഭാഗവും റെഡ് ക്രോസ് സംഘവും അറിയിച്ചിട്ടുണ്ട്. 10,000 പേരുടെ മൃതദേഹങ്ങളെങ്കിലും ഇങ്ങനെ കണ്ടെത്താനുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2 വർഷം നീണ്ട ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം 19,000 കടന്നതായി പലസ്തീനിയൻ എൻജിഒ നെറ്റ്വർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയ UN സുരക്ഷാ സമിതി എപ്പോൾ വേണമെങ്കിലും വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടേക്കാം എന്ന ഗാസയിലെ അരക്ഷിതാവസ്ഥ മറികടന്നുകൊണ്ട് സുസ്ഥിരമായ സമാധാനത്തിലേക്കും തകർന്നടിഞ്ഞ പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിലേക്കും നീങ്ങാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക തയ്യാറാക്കിയ പ്രമേയമാണ് UN സുരക്ഷാ സമിതി തിങ്കളാഴ്ച പാസാക്കിയത്. 15-അംഗ സമിതി 130 എന്ന അടിസ്ഥാനത്തിലാണ് പ്രമേയം പാസാക്കിയത്. റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പക്ഷേ വീറ്റോ അധികാരം ഉപയോഗിക്കാൻ അവർ തയ്യാറായതുമില്ല. ട്രംപിന്റെ 20-ദിന ഗാസ പദ്ധതിക്ക് അന്താരാഷ്ട്ര നിയമസാധുത നൽകാനാണ് പ്രമേയം ലക്ഷ്യമിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം ഗാസ മുനമ്പിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. പ്രമേയം പാസാക്കുന്നതിനായി അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇന്ത്യ അധ്യക്ഷതയിലുള്ളതും ലോകമെമ്പാടുമുള്ള ഏറ്റവും ശക്തരും ആദരണീയരുമായ നേതാക്കൾ ഉൾപ്പെടുന്നതുമായ സമാധാന സമിതിയെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. വോട്ടെടുപ്പിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ അംഗങ്ങൾ ഈ ആശയത്തെ പിന്താങ്ങി. ഈ ആശയത്തിന് അംഗീകാരം നൽകിയ ലോകത്തിന് അഭിനന്ദനങ്ങൾ എന്നാണ് ട്രംപ് തിങ്കളാഴ്ച സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചത്. ബോർഡിലെ അംഗങ്ങളെക്കുറിച്ചും മറ്റ് പ്രഖ്യാപനങ്ങളും വരും ആഴ്ചകളിൽ നടത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കരട് പ്രമേയം അനുസരിച്ച് ഒരു ഇടക്കാല ഭരണ സമിതിയായി സമാധാന സമിതി സ്ഥാപിക്കുന്നതും ഗാസയിൽ താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരീകരണ സേന രൂപീകരിക്കുന്നതും ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പ്രമേയം അധികാരം നൽകിയിട്ടുള്ളതായി CNN റിപ്പോർട്ട് ചെയ്തു. പ്രമേയത്തിന് ഇപ്പോൾ UN പിന്തുണയുള്ളതിനാൽ ISF-ൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള രാജ്യങ്ങൾക്ക് അധികാരം നൽകാൻ ഇത് സഹായിക്കുമെന്ന് ചില നയതന്ത്ര വൃത്തങ്ങൾ പറഞ്ഞു. അതേസമയം പ്രമേയത്തിന്റെ നടത്തിപ്പിനെക്കുറിച്ച് ഒട്ടേറെ ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ക്രമത്തെക്കുറിച്ചും മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചും കരട് പ്രമേയത്തിൽ വ്യക്തതയില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഗാസയെ വിഭജിച്ച് ഇസ്രയേൽ അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിക്കാണ് US മുന്നോട്ട് വയ്ക്കുന്നത്. പലസ്തീനികൾ ഗാസയുടെ പകുതിയിൽ താഴെ മാത്രം വിസ്തീർണമുള്ള റെഡ് സോണിലേക്ക് പൂർണ്ണമായി ഒതുക്കപ്പെടും. ഗ്രീൻ സോണിനും റെഡ് സോണിനുമിടയിലെ ഇടനാഴിയിൽ സേന നിലയുറപ്പിക്കും. ആദ്യം നിശ്ചിത സൈനികരെ പരിമിത പ്രദേശത്തേക്ക് വിന്യസിക്കാനും പിന്നീട് 20,000 പേരെ പ്രദേശം മുഴുവൻ വ്യാപിപ്പിക്കാനുമാണ് US-ന്റെ പദ്ധതി. യെല്ലോ ലൈനിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സൈനിക സാന്നിധ്യമുണ്ടാകില്ല. പക്ഷേ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന വിസ്തൃതിയുടെ പകുതിയിലേക്ക് പലസ്തീനികളുടെ താമസഭാഗം ചുരുങ്ങും. അവിടുത്തെ പുനർനിർമ്മാണത്തിന് വ്യക്തമായ പദ്ധതിയുമില്ല. അതേസമയം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 15 പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രയേൽ കൈമാറി. തെക്കൻ ഗാസയിലെ ഖാൻ യൂണീസിലുള്ള നാസർ ആശുപത്രിയുടെ അധികൃതരാണ് ഇത് സ്ഥിരീകരിച്ചത്. ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന 4 ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹങ്ങളിൽ 1 വ്യാഴാഴ്ച രാത്രി കൈമാറിയതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ നടപടി. തെക്കൻ ഇസ്രയേലിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയ മെനി ഗോദർദിന്റെ മൃതദേഹമാണ് തിരിച്ചേൽപ്പിച്ചത് എന്ന് അധികൃതർ തിരിച്ചറിഞ്ഞു. ഹമാസിന്റെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഐലറ്റ് കൊല്ലപ്പെട്ടിരുന്നു. മെനി ഗോദർദിന്റെ മൃതദേഹം തെക്കൻ ഗാസയിൽ നിന്നാണ് കണ്ടെടുത്തതെന്ന് ഹമാസ് കേന്ദ്രങ്ങൾ അറിയിച്ചു. ഒക്ടോബർ 10-ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം 25 ബന്ദികളുടെ ശരീരാവശിഷ്ടങ്ങൾ ഇസ്രയേലിന് ഹമാസ് കൈമാറി. 3 മൃതദേഹങ്ങൾ കൂടി ഇനി കൈമാറാനുമുണ്ട്. ജീവനോടെ 20 ബന്ദികളെ ഹമാസ് ഒക്ടോബർ 13-ന് ഇസ്രയേലിന് കൈമാറിയിരുന്നു. ഹമാസ് വിട്ടുനിൽക്കുന്ന ഓരോ ബന്ദിക്കും പകരമായി 15 പലസ്തീൻകാരുടെ വീതം മൃതദേഹങ്ങളാണ് ഇസ്രയേൽ കൈമാറിയത്. ഇതുവരെ ആകെ 330 പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ വിട്ടു നൽകിയതിൽ 95 എണ്ണം മാത്രമാണ് ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞത് എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. DNA പരിശോധനാ കിറ്റുകളുടെ അഭാവത്തെ തുടർന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത് സങ്കീർണമാണെന്ന് ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.